SCOയിൽ പൂർണ്ണ അംഗത്വം ലഭിക്കാത്തതിന് അസർബൈജാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയും അസർബൈജാനും തമ്മിൽ കാര്യങ്ങളത്ര സുഖകരമല്ല. പാകിസ്ഥാനുമായുള്ള ബന്ധം കാരണം ഷാങ്ഹായ് സഹകരണ സംഘടന SCOയിൽ പൂർണ്ണ അംഗത്വത്തിനുള്ള അസർബൈജാന്റെ അപേക്ഷ ന്യൂഡൽഹി തടഞ്ഞുവെന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. അസർബൈജാനി മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാകിസ്ഥാനുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ ആഗോള വേദികളിൽ ഇന്ത്യ അസർബൈജാനെതിരെ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അസർബൈജാനി പ്രസിഡന്റ് ഇൽഹാം അലിയേവ് ആരോപിച്ചതിനോട് ഈ അവകാശവാദങ്ങൾ പൊരുത്തപ്പെടുന്നു. മെയ് മാസത്തിൽ ഇന്ത്യ അയൽരാജ്യമായ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം നടത്തിയപ്പോൾ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് അസർബൈജാൻ. ഇസ്ലാമാബാദുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ ആ രാജ്യത്തിനെതിരെ പ്രതികാരം ചെയ്യുകയാണെന്ന് അസർബൈജാനി പ്രസിഡന്റ് ഇൽഹാം അലിയേവ് തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 1 ആരോപിച്ചിരുന്നു. വടക്കൻ ചൈനീസ് നഗരമായ ടിയാൻജിനിൽ നടന്ന SCO ഉച്ചകോടിക്കിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് അസർബൈജാനി പ്രസിഡൻസിയെ ഉദ്ധരിച്ച് അനഡോലു ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ആദ്യം ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിൽ അസർബൈജാൻ കാണിച്ച ഐക്യദാർഢ്യത്തിന് പാകിസ്ഥാൻ ജനതയുടെയും സർക്കാരിൻ്റെയും പേരിൽ ഷഹബാസ് ഷെരീഫ് അലിയേവിന് നന്ദിയും പറഞ്ഞു. അസർബൈജാൻ, തുർക്കി, പാകിസ്ഥാൻ ത്രിരാഷ്ട്ര ചർച്ചയുടെ പ്രാധാന്യവും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. അസർബൈജാനിലേക്കുള്ള തൻ്റെ മുൻ സന്ദർശനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ആഗോളവേദികളിൽ ഇന്ത്യയുടെ നടപടികൾക്കിടയിലും ഇസ്ലാമാബാദുമായുള്ള ബന്ധത്തിൽ അസർബൈജാൻ സാഹോദര്യത്തിന് മുൻഗണന നൽകുന്നുവെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ പൂർണ്ണ അംഗമാകാനുള്ള അസർബൈജാന്റെ ശ്രമങ്ങളെ ഇന്ത്യ തടസ്സപ്പെടുത്തിയെന്ന് അസർബൈജാനി TV പ്രക്ഷേപകരായ അനെസെഡ് ആരോപിച്ചു. പ്രക്രിയയെ തടസ്സപ്പെടുത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ബഹുമുഖ നയതന്ത്ര തത്വങ്ങൾക്കും ഉഭയകക്ഷി തർക്കങ്ങൾ ബഹുമുഖ വേദിയിലേക്ക് കൊണ്ടുപോകരുതെന്ന് കരുതുന്ന ഷാങ്ഹായ് സ്പിരിറ്റിനും വിരുദ്ധമാണെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ഉദ്യോഗസ്ഥർ ചാനലിനോട് പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് അസർബൈജാന്റെ പാകിസ്ഥാനുമായുള്ള സാഹോദര്യ ബന്ധങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് അവർ ആരോപിച്ചു. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ച 2 രാജ്യങ്ങൾ ചൈനയെ കൂടാതെ അസർബൈജാൻ, തുർക്കി എന്നിവയായിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിനും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ അസർബൈജാൻ റിപ്പബ്ലിക് ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്ന് അസർബൈജാൻ അന്ന് പറഞ്ഞു. ഇന്ത്യയുടെ സൈനിക നടപടിയെ അപലപിച്ച് അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയവും ഇസ്ലാമാബാദിനെ പിന്തുണച്ച ഒരു പ്രസ്താവന പുറത്തിറക്കി. പാകിസ്ഥാനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരപരാധികളായ ഇരകളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ അനുശോചനം അറിയിക്കുകയും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന് അസർബൈജാൻ അന്ന് അതിൽ പറഞ്ഞു. പാകിസ്ഥാന്റെ പരമാധികാരത്തെ ലംഘിച്ച് നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ ഇന്ത്യയുടെ ആക്രമണത്തെ തുർക്കിയും അപലപിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത ഉയർത്തിയെന്ന് അവർ പറഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരായ 4 ദിവസത്തെ പോരാട്ടത്തിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത സോങ്കർ ഡ്രോണുകൾ ഉപയോഗിച്ചതായും കണ്ടെത്തി. ഇത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഇന്ത്യക്കാരെ പ്രകോപിപ്പിച്ചിരുന്നു. തുർക്കിയെയും അസർബൈജാനെയും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ശ്രദ്ധ നേടി. ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടയിൽ ഇന്ത്യൻ ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാർ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ഓഫറുകളും പ്രൊമോഷൻ പാക്കേജുകളും റദ്ദാക്കി. ആവശ്യമെങ്കിൽ മാത്രം തുർക്കി, അസർബൈജാൻ എന്നിവ സന്ദർശിക്കാൻ യാത്രക്കാരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈസി മൈ ട്രിപ്പ് ഒരു ഉപദേശം വരെ നൽകി. തുർക്കി, ചൈന, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാന, ഹോട്ടൽ ബുക്കിങ്ങുകളും ഇക്സിഗോ നിർത്തിവച്ചു. തുർക്കി, അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ യാത്രാ പാക്കേജുകളും ട്രാവോമിൻറ്റ് നിർത്തിവച്ചതായും റിപ്പോർട്ടുണ്ട്. ബഹിഷ്കരണ ആഹ്വാനങ്ങളെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രാ ബുക്കിങ്ങുകൾ കൂട്ടത്തോടെ റദ്ദാക്കപ്പെട്ടു. മേക്ക് മൈ ട്രിപ്പ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ സമയത്ത് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ബുക്കിങ്ങുകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 60% കുറവുണ്ടായി. റദ്ദാക്കലുകൾ 250% വർദ്ധിച്ചു. റഷ്യ, തുർക്കി, ഇറാൻ എന്നിവയ്ക്ക് ശേഷം ദക്ഷിണേഷ്യൻ രാജ്യമായ അസർബൈജാനെ 4ാമത്തെ വലിയ വിനോദസഞ്ചാര സ്രോതസ്സായി ഉയർത്തിയ സാഹചര്യത്തിൽ
ഇന്ത്യയുടെ യാത്രാ ബഹിഷ്കരണം അസർബൈജാനെ വളരെയധികം വേദനിപ്പിച്ചു. ഇന്ത്യയിൽ നിന്ന് അസർബൈജാനിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ സമീപ വർഷങ്ങളിൽ ഗണ്യമായ വർധനവുണ്ടാക്കിയിട്ടുണ്ട്. പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും മിശ്രിതം ഇന്ത്യക്കാർക്ക് ഈ രാജ്യത്തെ ആകർഷകമായ ഒരു തിരഞ്ഞെടുപ്പായി മാറ്റിയിരുന്നു. 2014 വെറും 4853 ഇന്ത്യക്കാർ അസർബൈജാൻ സന്ദർശിച്ചപ്പോൾ 2024 വിനോദസഞ്ചാരികളുടെ എണ്ണം 2,43,589 ഉയർന്നു. 2023 അസർബൈജാനിലെ മൊത്തം വിനോദസഞ്ചാരികളിൽ 6% താഴെ ഇന്ത്യക്കാരായിരുന്നു, അതായത് 1.17 ലക്ഷം. എന്നിരുന്നാലും 2024 ഇത് ഏകദേശം 10% ഉയർന്നു. 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ 80,000-ലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ അസർബൈജാനിൽ സന്ദർശനം നടത്തി. ഇത് ആ കാലയളവിലെ മൊത്തം വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൻ്റെ 11%. ബിസിനസ് ലൈൻ റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയുടെ യാത്രാ ബഹിഷ്കരണം അസർബൈജാന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമായിരുന്നു. കാരണം ഓരോ ഇന്ത്യക്കാരനും ഓരോ യാത്രയിലും 1 ലക്ഷം രൂപ മുതൽ 1,30,000 രൂപ വരെ ചിലവഴിക്കുന്നുവെന്ന് രാജ്യത്തെ ടൂറിസം ബോർഡ് പറയുന്നു.